ആദ്യം ജിൻഡോയിലേക്കാണ്. ജിൻഡോ, ഇന്ന് ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിന്റെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്ന ആ പരാമർശങ്ങൾ CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജി തള്ളിക്കൊണ്ടാണ്. ഹർജിയിൽ തള്ളിയെന്നല്ല, ഹർജിയിൽ ചില പരാമർശങ്ങൾ നടത്തിക്കൊണ്ടാണ്, അതിൽ തീരുമാനമാക്കിയിട്ടില്ല. പക്ഷേ SITയുടെ അന്വേഷണത്തിൽ പൂർണ്ണ വിശ്വാസം രേഖപ്പെടുത്തുകയാണ് കോടതി. മാത്രമല്ല, പ്രതികൾക്ക് സ്വാഭാവിക ജാമ്യം ലഭിച്ച് പുറത്തേക്ക് പോകുന്നതിൽ ആശങ്ക വേണ്ടതില്ല എന്നാണ് കോടതി പറയുന്നത്. അങ്ങനെയാണെങ്കിലും സ്വാഭാവിക ജാമ്യം ലഭിക്കുമ്പോഴും കുറ്റവാളികളുമായി ബന്ധപ്പെട്ട് കോടതിക്ക് കൃത്യമായ ബോധ്യമുണ്ട്. അവർ പുറത്തിറങ്ങില്ല, അതായത് എന്നേക്കുമായി പുറത്തിറങ്ങില്ല എന്ന് കോടതി വ്യക്തമായി പറയുകയാണ്. അപ്പോൾ ശരിയായ ദിശയിൽ അന്വേഷണം പോകുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ പ്രതിപക്ഷം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടുകൊണ്ട് ഈ അന്വേഷണം ഗതി തിരിച്ചുവിടുന്നു, അല്ലെങ്കിൽ അന്വേഷണത്തിന്റെ വേഗം കുറയ്ക്കുന്നു എന്നാണല്ലോ. അപ്പോൾ നിങ്ങളുടെ വാദം കൂടിയല്ലേ ഇന്ന് ഹൈക്കോടതി തള്ളിയത്, ശ്രീ ജിൻഡോ? അല്ല സ്മൃതി, അതിനങ്ങനെ കാണാൻ പറ്റുമല്ലേ. എന്തുകൊണ്ടാണ് ഈ പ്രതികൾക്ക് ജാമ്യം നിഷേധിക്കപ്പെടുകയും ഇവർ 10-90 ദിവസം ജയിലിൽ കിടക്കുകയും ചെയ്തത്? അന്ന് ഇവർക്ക് ജാമ്യം നിഷേധിക്കാൻ കോടതി കണ്ടെത്തിയ കാരണങ്ങൾ എന്തൊക്കെയായിരുന്നു? ഈ പ്രതികൾക്ക് ജാമ്യം, സ്വാഭാവികമായിട്ട് ഇത്തരം കേസിൽ പ്രതിയാകുന്ന പ്രതികൾക്ക് ജാമ്യം നിഷേധിക്കപ്പെടുന്നത് അവർ ജാമ്യത്തിലിറങ്ങിയാൽ തെളിവ് നശിപ്പിക്കാനിടയുണ്ടെന്നും മറ്റു പല കാര്യങ്ങളും ഇടപെടുമെന്നും ഒക്കെ ഉള്ളതുകൊണ്ടാണല്ലോ. അപ്പോൾ 90 ദിവസത്തിന് ശേഷം പ്രതികൾ തെളിവ് നശിപ്പിക്കില്ല എന്ന് നമുക്ക് വല്ല ഉറപ്പുണ്ടോ? അങ്ങനൊരു ഉറപ്പുമില്ലല്ലോ. അപ്പോൾ ഇത്തരം ചില ചോദ്യങ്ങളൊക്കെ സാമാന്യ ബുദ്ധിയെ ചോദ്യം ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇവിടെയുള്ളൊരു പ്രശ്നം ഇത് കേവലമായിട്ടുള്ളൊരു തട്ടിപ്പ് കേസോ കളവ് കേസോ മാത്രമല്ല. ഈ സംസ്ഥാനത്ത് തന്നെ, ഈ രാജ്യത്ത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രത്തെ, ആ ക്ഷേത്രത്തിലെ കൊള്ളയ്ക്ക് നേതൃത്വം കൊടുത്തത് ഭരണകർത്താക്കൾ ഉൾപ്പെടെയുള്ള ആളുകളാണെന്നുള്ള സംശയം നിലനിൽക്കുമ്പോൾ, അത്തരം ചോദ്യങ്ങൾ നിലനിൽക്കുമ്പോൾ, അതിന് ഉത്തരവാദികളായിട്ടുള്ള ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്ന പ്രതികൾ 90 ദിവസത്തിനുള്ളിൽ കുറ്റപത്രം സമർപ്പിക്കപ്പെടാത്തത് കൊണ്ട് സ്വാഭാവിക ജാമ്യം കിട്ടിയിട്ട് പുറത്തിറങ്ങുമ്പോൾ അത് നൽകുന്ന സന്ദേശം എന്താണ് ഈ സമൂഹത്തിന്? അപ്പോൾ അവർക്ക് 90 ദിവസത്തിനുള്ളിൽ കുറ്റപത്രം സമർപ്പിക്കാൻ പറ്റാത്തത്ര വിപുലമായിട്ടുള്ള ഒരു സംവിധാനങ്ങളാണ്, കേസാണ് ഇതെങ്കിൽ അത് മറ്റേതെങ്കിലും ഏജൻസികളെ ഏൽപ്പിക്കേണ്ടതല്ലേ? തുടക്കത്തിൽ തന്നെ UDF പറഞ്ഞിട്ടുള്ളതാണ്, കോടതിയുടെ മേൽനോട്ടത്തിൽ CBI ഉൾപ്പെടെയുള്ള കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കുന്നത് കുറെ കൂടി നന്നായിരിക്കും. പല സംസ്ഥാനങ്ങളിലും വ്യാപിച്ചു കിടക്കുന്ന ഒരു തട്ടിപ്പാണ്, കൊള്ളയാണ് എന്നുള്ളത് കൊണ്ട്. ഇനി അതിനപ്പുറത്ത് ഈ പ്രതികൾ ജാമ്യത്തിലിറങ്ങുന്നതുകൊണ്ട് കേസിനെ ഒരു തരത്തിലും ബാധിക്കില്ല എന്നുള്ളത് നമ്മളിപ്പോൾ കോടതി പറയുന്നത് നമ്മൾ വിശ്വസിക്കുകയാണ്. പക്ഷേ ഒരു കാര്യം, ഫോറൻസിക് പരിശോധന നടത്തുന്ന കാര്യത്തിൽ വൈകിയിട്ടുണ്ട്, കുറ്റപത്രം സമർപ്പിക്കപ്പെടുന്ന കാര്യത്തിൽ വൈകിയിട്ടുണ്ട്, സ്വാഭാവിക ജാമ്യം കിട്ടുന്ന സാഹചര്യമുണ്ടായി. കോടതി പോലും പലവട്ടം കർശന സ്വരത്തിൽ പറഞ്ഞതുകൊണ്ടാണ് പല പ്രതികളെയും അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത്. ശങ്കർദാസിന്റെ മകൻ IPS കാരനായതുകൊണ്ടാണോ അറസ്റ്റ് ചെയ്യപ്പെടാതിരിക്കുന്നത് എന്നുള്ള ചോദ്യം പോലും കോടതി ചോദിക്കുന്നുണ്ടായി. പലതരത്തിലും പല ഘട്ടത്തിലും കോടതിയുടെ ഇടപെടലുകളും ചോദ്യങ്ങളും ഒക്കെ SITയെ പോലും സംശയം നിലനിർത്തുന്നതായിരുന്നു. ഇതിനിടയ്ക്ക് ജിൻഡോ പറഞ്ഞ ചില കാര്യങ്ങളിൽ സംശയം ചോദിക്കട്ടെ. അങ്ങ് പറഞ്ഞു ഈ 90 ദിവസത്തിന് മുൻപ് തന്നെ പലതവണ ജാമ്യാപേക്ഷയുമായി കോടതിയിലെത്തിയവരാണ് ഈ പ്രതികൾ. ശരിയാണ്. ഏറ്റവും ഒടുവിൽ നമുക്കറിയാം, എൻവാസു സുപ്രീം കോടതിയിൽ പോയപ്പോൾ സ്വർണം കട്ടവരല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് ആ ജാമ്യ ഹർജി തള്ളുന്നത്. ശരി, 90 ദിവസം കഴിയുമ്പോൾ സ്വാഭാവികമായും കോടതിക്ക് ജാമ്യം നൽകാതെ തരമില്ല. പക്ഷേ ഈ ദിവസങ്ങൾക്കിടയിൽ കോടതി പറയുന്ന ഒരു വാചകം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. കൃത്യമായ കുറ്റവാളികൾ ആരും രക്ഷപ്പെടില്ല എന്ന് പറയുമ്പോൾ നമ്മളറിയാത്ത, പുറത്തേക്ക് വിടാത്ത, SITയിൽ നിന്നോ അതല്ലെങ്കിൽ കോടതിയിൽ നിന്നോ പുറത്തേക്ക് വരാത്ത വിവരങ്ങൾ കോടതിക്ക് മുന്നിലുണ്ട്. SIT ഇതിനകം തന്നെ സമർപ്പിച്ചിട്ടുണ്ട് പ്രതികളുമായി ബന്ധപ്പെട്ട്, കുറ്റവാളികളുമായി ബന്ധപ്പെട്ട് എന്ന അനുമാനത്തിൽ എത്തിക്കൂടെ? അതുമായി ബന്ധപ്പെട്ട് കൃത്യമായ തെളിവ് ഈ മോഷണവുമായി ബന്ധപ്പെട്ട് കോടതിക്ക് കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു എന്നതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ കോടതി അങ്ങനെ പറയുന്നത് എന്ന് കരുതിക്കൂടെ? രണ്ടാമത്തെ കാര്യം, അങ്ങീ പറഞ്ഞ ഈ ഫോറൻസിക് പരിശോധന, ഞാൻ മനസ്സിലാക്കുന്നത് ഈ ദേവസ്വം ഉദ്യോഗസ്ഥരുടെ കയ്യൊപ്പ്, ഈ പറയുന്ന പത്മകുമാറിന്റെ ഒപ്പാണല്ലോ പ്രധാനപ്പെട്ട കാര്യം. ഒപ്പും മാറ്റി എഴുതിയതും അത് കൃത്യമായും ദേവസ്വം ബോർഡിന്റെ മിനിറ്റ്സിലുള്ളതാണ്. അതിന്റെ ഒരു ഫോറൻസിക് പരിശോധനയുടെ ആവശ്യമില്ല എന്ന് കൂടി കേൾക്കുന്നു. അങ്ങ് ഇപ്പോൾ പറയുന്ന പത്രവാർത്തയുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ ഞാൻ മനസ്സിലാക്കിയത് ആ ഫോറൻസിക് പരിശോധനയുടെ ആവശ്യമില്ല എന്ന് തന്നെയാണ്. അതായത് ഇതിനകം അത് തെളിവാണ്, ആ തെളിവിൽ ഒരു സംശയവുമില്ല. ആ ഒപ്പ് മായ്ച്ചു കഴിഞ്ഞ് മാറ്റി എഴുതിയത് എല്ലാം തന്നെ അത് പത്മകുമാറാണ് എന്നതിന്റെ തെളിവ് കോടതിയുടെ പക്കലുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി അങ്ങേക്ക് പറയാം. അല്ല സ്മൃതി, നമ്മളിപ്പോൾ കോടതിയെ അവിശ്വാസത്തിലെടുക്കുക ഒന്നുമല്ല ചെയ്യുന്നത്. നമ്മുടെ ചില സാമാന്യമായിട്ടുള്ള സംശയങ്ങൾ ചോദിക്കുകയാണ്. ഇപ്പോൾ താങ്കൾ സൂചിപ്പിച്ചതുപോലെ, നമ്മളെല്ലാം പ്രതീക്ഷ അർപ്പിക്കുന്നത് പോലെ SIT കുറേ തെളിവുകൾ, പുറത്തു വരാത്ത അല്ലെങ്കിൽ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ ചർച്ച ചെയ്യപ്പെടാത്ത, മാധ്യമങ്ങൾക്ക് വിവരങ്ങൾ ലഭിക്കാത്ത കുറേ തെളിവുകൾ കോടതിയുടെ മുമ്പിൽ സമർപ്പിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. കോടതി അതിൽ വിശ്വാസം അർപ്പിച്ചിട്ടാണ് ഈ പ്രതികൾ ആരും രക്ഷപ്പെടില്ല എന്നുള്ള പ്രഖ്യാപനം നടത്തുന്നത്. നമ്മൾ അതിൽ വിശ്വസിക്കാം. പക്ഷേ ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, അത്രയധികം ബലപ്പെട്ട തെളിവുകളുണ്ടെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഇവർക്ക് ജാമ്യം കിട്ടുന്ന സാഹചര്യം ഉണ്ടാകുന്നത്, കുറ്റപത്രം സമർപ്പിക്കാൻ വൈകുന്നത്? അപ്പോൾ കിട്ടിയ തെളിവുകൾ ക്രോഡീകരിച്ച് കുറ്റപത്രം സമർപ്പിക്കാൻ എന്തുകൊണ്ട് വൈകലുണ്ടാകുന്നു? ജിൻഡോ, തൊണ്ടി കിട്ടണ്ടേ?
അത് തന്നെയാണ് ഞാൻ ചോദിക്കുന്നത്. ഞാൻ അതിലേക്കാണ് വരുന്നത്. എന്തുകൊണ്ട് തൊണ്ടിമുട്ടലുകൾ കണ്ടെത്താൻ നമുക്ക് സാധിക്കുന്നില്ല? ഇത്രയും വ്യാപകമായി പല ഘട്ടത്തിലായിട്ട് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ എണ്ണം വർദ്ധിക്കുന്നു, അതിന് കോടതി അനുമതി കൊടുക്കുന്നു, പല ഉദ്യോഗസ്ഥരുടെ എണ്ണം കൂടുന്നു, അപ്പോൾ പലരെയും ചോദ്യം ചെയ്യുന്നു. അപ്പോൾ തൊണ്ടി മുതൽ കണ്ടെത്താൻ പോലും പറ്റാത്തത്ര സാഹചര്യം ഉണ്ടാകുമ്പോൾ രാഷ്ട്രീയമായിട്ട് ഇത് കേവലമായിട്ടുള്ള ഒരു കൊള്ള മാത്രമല്ല, ഒരു അമ്പലക്കൊള്ള മാത്രമല്ല, ഇതിൽ ഉന്നതരായിട്ടുള്ള ഉത്തരവാദിത്തപ്പെട്ട സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയുടെ ഉന്നതരായിട്ടുള്ള നേതാക്കന്മാരടക്കം ജയിലിൽ പോയ ഒരു കേസാണ്. സ്വാഭാവികമായിട്ടും അവർക്ക് സ്വാഭാവിക ജാമ്യം കിട്ടി പുറത്തേക്ക് വരുമ്പോൾ അത് സമൂഹത്തിന് നൽകുന്ന സന്ദേശം, അവർ വലിയ രീതിയിൽ പ്രചരണം നടത്താൻ മിടുക്കന്മാരുമാണ്. അവർ നൽകുന്ന സന്ദേശം എന്താ? തെളിവില്ല, കുറ്റപത്രം സമർപ്പിക്കപ്പെട്ടിട്ടില്ല, തെളിവില്ലാത്തത് കൊണ്ടാണ്, വിവരങ്ങൾ ക്രോഡീകരിക്കാൻ പറ്റാത്തത് കൊണ്ടാണ്, തൊണ്ടി മുതൽ കണ്ടെത്താൻ പറ്റാത്തത് കൊണ്ടാണ്, അതുകൊണ്ട് ഇവർ കുറ്റക്കാരല്ല എന്നുള്ള രാഷ്ട്രീയ പരിപ്രേക്ഷ്യത്തിന് സാഹചര്യം ഒരുക്കപ്പെടും. അത് ഉണ്ടായിക്കൂടാ എന്നുള്ളതാണ്. ആരുണ്ടാക്കും ജിൻഡോ? ഈ സ്വാഭാവിക ജാമ്യത്തിൽ പുറത്തിറങ്ങുന്നവരെല്ലാം നിരപരാധികളായി പുറത്തേക്കിറങ്ങി എന്ന് പറയാൻ ധൈര്യപ്പെടുന്ന ആരുണ്ട് ഇവിടെ? ഞാൻ ചോദിക്കട്ടെ സ്മൃതി, ഇപ്പോഴും നമ്മളെല്ലാം വിശ്വാസത്തിൽ എടുക്കുന്നു എന്ന് പറയുന്ന കോടതിയെ വിശ്വാസത്തിലെടുക്കുമ്പോൾ ആ കോടതി ഈ റിമാൻഡ് ചെയ്ത പത്മകുമാർ എന്ന ജില്ലാ കമ്മിറ്റി അംഗം ഒരേ സമയം ജില്ലാ കമ്മിറ്റി അംഗമായി തുടരുമ്പോൾ ജയിലിൽ തുടരുകയാണ്. എന്തിനാ? ശബരിമലയിലെ സ്വർണ്ണപ്പാളികൾ കട്ടുകടത്തിയ കേസിലെ കുറ്റവാളിയായിട്ട് പ്രതി ചേർക്കപ്പെട്ട് ജയിലിൽ കിടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ആ പ്രതിക്ക് വേണ്ടി പോലും ഇപ്പോഴും അവർ പറയുന്നത് അന്വേഷണ റിപ്പോർട്ട് വരട്ടെ, കുറ്റപത്രം സമർപ്പിക്കപ്പെടട്ടെ എന്ന. അത് നൽകുന്ന സന്ദേശം എന്താ? ആ പാർട്ടി, സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടി ഇപ്പോഴും വിശ്വസിക്കുന്നില്ല അവർ കുറ്റം ചെയ്തു എന്ന്. അപ്പോൾ അത് അവർ ജാമ്യം കിട്ടി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവർക്ക് കുറെ കൂടി സൗകര്യപ്രദമായിട്ടുള്ള പ്രചരണത്തിനുള്ള സൗകര്യം കിട്ടുകയാണ്. അപ്പോൾ അത് നൽകുന്ന സന്ദേശം എന്താ? അപ്പോൾ ഇപ്പോൾ തന്നെ അവർ അത്തരത്തിലുള്ള പ്രചരണം തുടങ്ങി. അപ്പോൾ കോടതി റിമാൻഡ് ചെയ്ത SIT കുറ്റക്കാരെന്ന് കണ്ടെത്തി, പ്രതികളെന്ന് കണ്ടെത്തി അറസ്റ്റ് ചെയ്തിട്ടുള്ള CPMന്റെ ഉന്നത നേതാക്കന്മാർക്ക് സ്വാഭാവിക ജാമ്യം കിട്ടി പുറത്തേക്ക് വരുന്ന സാഹചര്യം ഉണ്ടായാൽ അവർക്ക് പ്രചരണത്തിലുള്ള സൗകര്യം ചെയ്ത് കിട്ടും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ശരി. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.